പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിതയാത്രയിൽ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിതയാത്രയിൽ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിതയാത്രയിൽ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിതയാത്രയിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ബോബി ചാർലി മൈലപ്ര ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് പ്രഭാത സമയത്ത് നമ്മുടെ ധ്യാനത്തിനായി ഒരു വചനഭാഗം നാം വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നാം വായിക്കുന്നത്, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് അവനും നീയും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധ്യം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. ഇത് സഭയ്ക്ക് നേരിട്ടുള്ള ഒരു കർത്താവിൻ്റെ കൽപ്പനയായിട്ട് പരിഗണിക്കുന്നവർ ഏറെയുണ്ടെങ്കിലും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, തിരുസഭയുടെ ആവിർഭാവം സംഭവിക്കുന്നതിന് മുമ്പ്, കർത്താവ് സഭയ്ക്ക് വേണ്ടി മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അപ്പൊസ്തലന്മാരോട് അരുളി ചെയ്യുന്ന വാക്കുകളാണ്. ഇവിടെ പിഴ പറ്റുന്ന സഹോദരൻ അല്ലെങ്കിൽ പിഴയ്ക്കുന്ന സഹോദരൻ ആരോട് പിഴച്ചു? സഭയോട് പിഴച്ചു എന്നല്ല കർത്താവ് പറയുന്നത്. നിന്നോട് പിഴച്ചാൽ എന്ന് വെച്ചാൽ വ്യക്തിപരമായ നിലയിൽ ഒരു പാപം അല്ലെങ്കിൽ ഒരു തെറ്റ് കുറ്റം നിൻ്റെ സഹോദരനിൽ നീ കണ്ടെത്തിയാൽ, അതാണ് ഇവിടെ കർത്താവ് ആ വാക്കുകൾ കൊണ്ട് വിവക്ഷിക്കുന്നത്. അങ്ങനെ കണ്ടെത്തിയാൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മോട് കർത്താവ് അരുളി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സഹോദരനിൽ അല്ലെങ്കിൽ സഹോദരിയിൽ അല്ലെങ്കിൽ കൂട്ടു സഹോദരന്മാരിൽ ആരിലെങ്കിലും ഒരു തെറ്റോ കുറ്റമോ കണ്ടുപിടിച്ചാൽ പീലാത്തോസിൻ്റെ ന്യായാസനത്തിൽ ഇരുന്നു കൊണ്ട്, ഞാൻ നിന്നിലൊരു കുറ്റവും കാണുന്നില്ല, എങ്കിലും നിന്നെ ഞാൻ വാറുകൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറയുന്നത് പോലെ നിർദാക്ഷിണ്യമുള്ള വാക്കുകളാൽ ന്യായം വിധിച്ച് കുറ്റപ്പെടുത്തി ശിക്ഷിച്ച് ഒതുക്കിക്കളയുക അല്ലെങ്കിൽ ഒടുക്കിക്കളയുക എന്നുള്ളൊരു പ്രവണത ദൈവമക്കളുടെ ഇടയിലും എല്ലായിടത്തും നാം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുക എന്ന് പറയുന്നതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ സഭയ്ക്കകത്തും ദൈവമക്കളോട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും എല്ലാ പ്രശ്ന പരിഹാരത്തിനും ആധാരം ദൈവവചനമാണ് എന്നിരിക്കിൽ, യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ സമീപിക്കേണ്ടുന്ന കാര്യം, അത് അറിഞ്ഞ ഞാനും ആ സഹോദരനും മാത്രമുള്ളപ്പോൾ അവരുടെ ഇടയിൽ മാത്രം ആ പ്രശ്നം ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ ആ പ്രശ്നത്തെക്കുറിച്ച് ബോധ്യം വരുത്തി ആ സഹോദരൻ്റെ മാനസാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ, അദ്ദേഹം അനുദപിച്ച് മാനസാന്തരപ്പെട്ട് തെറ്റുതിരുത്തി നിലനിൽക്കുവാൻ, മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം ആ 2 പേരുടെ ഇടയിൽ മാത്രം ആ പ്രശ്നം ഒതുങ്ങിത്തീരണം. അത് ദൈവസന്നിധിയിൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ട് മുന്നോട്ട് പോകണം എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മാത്രമാണ് 2-ൽ കൂടുതൽ ആൾക്കാരുടെ മുന്നിലേക്ക് ഈ പ്രശ്നം എത്തുന്നത്. തുടർന്ന് അവരെയും പരിഗണിക്കാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ, തുടർന്ന് സഭയുടെ പരിഗണനയ്ക്കായി വിഷയമെത്തുന്നു. എന്നാൽ ആദ്യം ഈ വിഷയം അറിയുന്ന വ്യക്തി തൻ്റെയും ആ എതിർകക്ഷിയുടെയും ഇടയിൽ ഈ പ്രശ്നം ഒതുക്കി തീർക്കുവാൻ സാധിക്കുമോ, ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുമോ, സഹോദരനെ നേടുവാൻ തക്കവണ്ണം എൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൽ അനുതാപവും മാനസാന്തരവും ഉളവാക്കുമോ എന്ന്
ചിന്തിച്ച് അത് ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടുന്ന കാര്യമാണത്. അതങ്ങനെ ചെയ്യാഞ്ഞാൽ അത് ആ വ്യക്തിക്ക് പാപമായിട്ട് ദൈവസന്നിധിയിൽ കണക്കിടും. അതിനുശേഷം ഞങ്ങൾ നിന്നെ വിളിച്ചിരുത്തി എല്ലാവരുടെയും മുമ്പാകെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തി, ആ വാക്കാണ് പലരും ഉപയോഗിക്കുന്നത്, ആ കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ ന്യായാസനത്തിന് മുമ്പാകെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം, ആ സാഹചര്യം ദൈവമക്കളെ നമ്മൾ വളരെ ഭയത്തോടുകൂടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇടപെടുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ സഹോദരനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ സംഭവം തകർത്ത് കളയുമെന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷെ ആ സഹോദരൻ എന്നേക്കുമായി ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നും വന്നേക്കാം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവും വേദനയും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ആത്മീക സമാധാനത്തെ എടുത്തു കളയത്തക്കവണ്ണമുള്ള ഒരു ശിക്ഷയായി തിരിച്ച് നിങ്ങൾക്ക് പരിണമിച്ചേക്കാം. മാത്രമല്ല, നീതിയുള്ള ദൈവം തൻ്റെ വചനത്താൽ തന്നെ നിങ്ങളെ ന്യായം വിധിച്ച് നിങ്ങളെ ശിക്ഷിച്ചു എന്നും വരാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയില്ല, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമചിത്തതയോടുകൂടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭയത്തോടുകൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. കാരണം എന്താണ്? നമ്മെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് നാം എങ്കിൽ, ദൈവകൃപയുള്ളവരാണ് നാം എങ്കിൽ, നാം ആ ദൈവകൃപയ്ക്കൊത്തവണ്ണമുള്ള ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണെങ്കിൽ ക്രിസ്തു അരുളി ചെയ്ത വചനത്തിന് പ്രകാരമുള്ള ഒരു നീക്കം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ നിന്നിൽ ആ ദൈവകൃപയില്ല, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനല്ല എന്നുള്ളതാണ് ആ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രശ്നത്തെക്കുറിച്ച് കേട്ടു, സത്യമോ സത്യമല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ കേട്ടതേ ന്യായവിധിയുടെ സിംഹാസനം വയ്ക്കുവാനല്ല നാം ചാടിപ്പുറപ്പെടേണ്ടത്, മറിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി അത് അതിൻ്റെ ആദ്യ പടിയിൽ വെച്ച് തന്നെ പരിഹരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് അവിടെ വെച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ, ചേർത്ത് നിർത്തുവാനുള്ള ഒരു മനോഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ് അത് ആവശ്യമാണ്. അതങ്ങനെയില്ലെങ്കിൽ ഛിദ്രത ഇടയിലുണ്ടാകും. ആ അകൽച്ച, മാനസികവും ആത്മികവുമായിട്ട് സംഭവിക്കുന്ന ആ മാനസികമായിട്ടുള്ള അകൽച്ച അത് ഒരുപാട് വളർന്ന് വികസിക്കുകയും അത് ആ അകൽച്ചയുടെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുന്നവരാണ്, നാം ദൈവകൃപയിൽ പ്രശംസിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ മക്കളാണെന്ന് പ്രശംസിക്കുന്നവരാണ്, ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരാണ്. എന്നാൽ ദൈവസ്നേഹം നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ഇടപെടലുകളിലും പ്രശ്നപരിഹാരത്തിനായുള്ള നമ്മുടെ സമീപനങ്ങളിലൊക്കെ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവസ്നേഹത്തോടുകൂടെ അല്ലാതെ ഏതെങ്കിലും നിലയിലുള്ള മറ്റു മനോഭാവത്തോടുകൂടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നതും ശിക്ഷാവിധി വരുത്തി വയ്ക്കും, നഷ്ടങ്ങളുണ്ടാക്കുമെന്നുള്ളത് മനസ്സിലാക്കി നാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വചനപ്രകാരം ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഈ പ്രഭാത സമയത്തെ സന്ദേശത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ദൈവീക സ്വസ്ഥതയൊക്കെ ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയാതെ ഉപദേശപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കൂടെ ചിന്തിക്കുന്നത് എത്രയോ ആവശ്യമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിഷയീഭവിച്ചത്. ഈ വചനത്തെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ, പ്രാർത്ഥനാ ജീവിതത്തെ, നമ്മുടെ ആ ക്രിസ്തുവിലുള്ള പ്രശംസയെ ഒക്കെ ഒന്ന് പരിശോധിക്കുവാൻ, നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി തിരുത്തുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ നമുക്കിടയാകണം. നശിപ്പിച്ച് കളയുന്നവരായിട്ട്, അകറ്റിക്കളയുന്നവരായിട്ടല്ല, ഒടുക്കിക്കളയുന്നവരായിട്ടല്ല, ചേർത്ത് പിടിക്കുന്നവരായിട്ട് നാം തീരണം. ദൈവം അത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം ഈ ചെറിയ ചിന്തകളാൽ നിങ്ങളെവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.